എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എന്നത് മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ കമ്പ്യൂട്ടറുകളെയും യന്ത്രങ്ങളെയും ചിന്തിക്കാനും പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. AI സാങ്കേതികവിദ്യ എന്താണെന്നും അതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്നും തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പുതിയ കാര്യങ്ങൾ എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മനുഷ്യർ എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുകയും അതുപോലെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഉദാഹരണത്തിന് ഒരു കൊച്ചുകുട്ടിയുടെ കാര്യം തന്നെ നമുക്ക് നോക്കാം. ഒരു കുട്ടി തൻ്റെ വീട്ടിലുള്ള പലതരം വളർത്തുമൃഗങ്ങളെ ദിവസവും കാണാറുണ്ട്. എന്നാൽ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു പശുവാണ് എന്ന് ആ കുട്ടി എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഒരു കൊച്ചുകുട്ടി തൻ്റെ സ്വാഭാവിക ബുദ്ധി ഉപയോഗിച്ച് മുന്നിൽ നിൽക്കുന്നത് പൂച്ചയാണോ പശുവാണോ എന്ന് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഒന്നാമതായി, കുട്ടി അനുഭവങ്ങളിലൂടെ കാര്യങ്ങൾ പഠിക്കുന്നു. അതായത് കണ്ണുകൾ കൊണ്ട് കാണുന്നതിലൂടെ, മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ, തൊട്ടറിയുന്നതിലൂടെ, ശബ്ദങ്ങൾ കേൾക്കുന്നതിലൂടെ എന്നീ മാർഗങ്ങളിലൂടെയെല്ലാം കുട്ടി കാര്യങ്ങൾ പഠിക്കുന്നു. കുട്ടി വെറും രൂപം മാത്രമല്ല പഠിക്കുന്നത്, ശബ്ദം, രൂപം, നിറം എല്ലാം മനസ്സിലാക്കുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ഒരുപാട് മൃഗങ്ങൾക്കിടയിൽ ഒരു പശുവിനെ കണ്ടാൽ കുട്ടിക്ക് അത് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നു. ഒരു പശുവിൻ്റെ രൂപവും അതിൻ്റെ എല്ലാ പ്രത്യേകതകളും കുട്ടി തൻ്റെ ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിന് കാരണം. 4 കാലുകൾ, കൊമ്പുകൾ, ചലിപ്പിക്കുന്ന നീണ്ട ചെവികൾ, നീണ്ട വാല് എന്നിങ്ങനെയുള്ള പശുവിൻ്റെ സവിശേഷതകൾ കുട്ടിയുടെ മനസ്സിൽ ഒരു ചിത്രം പോലെ പതിഞ്ഞിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ ബുദ്ധി. എന്നാൽ മനുഷ്യരെ പോലെ കാര്യങ്ങൾ വിശകലനം ചെയ്യാനും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ഈ കഴിവ് കമ്പ്യൂട്ടറുകൾക്കും യന്ത്രങ്ങൾക്കും നൽകിയാൽ അതെങ്ങനെയിരിക്കും? അതെ, ഈ ഒരു ചിന്തയിൽ നിന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യ പിറവിയെടുക്കുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകൾക്കും യന്ത്രങ്ങൾക്കും മനുഷ്യരെ പോലെ ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനും കഴിയുമെന്നർത്ഥം. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? മുൻപ് സൂചിപ്പിച്ചതുപോലെ ചുറ്റുമുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചും സ്വന്തം അനുഭവങ്ങളിലൂടെയുമാണ് ഒരു കുട്ടി ലോകത്തെക്കുറിച്ച് പഠിക്കുന്നത്. ഇത്തരത്തിൽ ശേഖരിക്കപ്പെടുന്ന വിവരങ്ങൾ തലച്ചോറിൽ വിശകലനം ചെയ്യപ്പെടുന്നതിലൂടെയാണ് പശുവിനെ പോലെയുള്ള ജീവികളുടെ സവിശേഷതകൾ തിരിച്ചറിയാനും അവയെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയാനും കുട്ടിക്ക് സാധിക്കുന്നത്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മനുഷ്യനെ പോലെ കാര്യങ്ങൾ കാണാനോ മനസ്സിലാക്കാനോ കഴിയില്ല. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യനെ പോലെ ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സ്വന്തമായ ബോധമോ വികാരങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെ അവയ്ക്ക് മനുഷ്യനെ പോലെ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യ മനുഷ്യനെ പോലെ സ്വാഭാവികമായി കാര്യങ്ങൾ പഠിക്കുന്നില്ല എന്നാണ് അർത്ഥം. പിന്നെ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാര്യങ്ങൾ തിരിച്ചറിയുന്നത്?